ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഇന്റഗ്രൽസ്. 9 മാർക്കിനാണ് ബോർഡ് എക്സാമിന് ഈ ചാപ്റ്റർ ചോദിക്കാം. എത്ര? 9 മാർക്ക്. 1ഉം 2ഉം അല്ല, 9 മാർക്ക്. ഒരു 6 മാർക്കിന്റെയും ഒരു 3 മാർക്കിന്റെയും ചോദ്യം. മൊത്തം 6 + 3 9. ഈ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻസ് മാർക്ക് മാത്രമല്ല, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസുമാണ്. നമ്മുടെ NCERT ബുക്ക് പരിശോധിച്ചാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കാം. ഇത്രമേൽ ചോദ്യങ്ങളുള്ള ഒരു പാഠം പോലും നമുക്ക് NCERT ബുക്കിനകത്ത് ഉണ്ടാവുകയുമില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സ് വിചാരിക്കുകയാണെങ്കിൽ ഈ കാണുന്ന ടോപ്പിക്സിലൂടെ എല്ലാം വളരെ ഈസിയായി പഠിച്ചുകൊണ്ട് ഫുൾ മാർക്ക് അടിക്കാൻ വേണ്ടി സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് ഇന്റഗ്രൽസിനെ ഒരുപാട് പാർട്ടുകളായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ പാർട്ട് ബേസിക് ഇന്റഗ്രേഷൻ, രണ്ടാമത്തെ പാർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, മൂന്നാമത്തെ പാർട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്പെഷ്യൽ ഇന്റഗ്രൽസ്, നാലാമത്തെ പാർട്ട് ഇന്റഗ്രേഷൻ ബൈ പാർട്സ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ബോർഡ് എക്സാമിന് നിരന്തരമായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം. എല്ലാ വർഷവും ഏകദേശം ഒരു ചോദ്യമെങ്കിലും ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാതിരിക്കാറില്ല. അത്രമേൽ ഇമ്പോർട്ടന്റ് ആയ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒറ്റ ഫോർമുല ഈ കാണുന്ന ഭാഗം നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഗൈസ്, ആർ യു റെഡി? നിങ്ങൾ തയ്യാറാണോ? ഇന്റഗ്രൽസിലെ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറഞ്ഞ ഭാഗം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നു, തകർക്കാൻ വേണ്ടി പോകുന്നു. ബോർഡ് എക്സാമിന് ആവശ്യമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ കാണുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരിക്കും. സോ ആദ്യമായിട്ട് ആവശ്യം ഫോർമുല. ഇതാണ് ഫോർമുല. കാണുമ്പോൾ തന്നെ എനിക്കറിയാം പേടി. എന്തുകൊണ്ടല്ലോ ഇവിടെ അല്ലേ? കുറെ f(x) ഉം g(x) ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പഠിക്കാതെ ഞാൻ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന ഒരു ചെറിയ കോഡാണ്. ആ കാണുന്ന കോഡ് ഇന്റഗ്രൽ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ്. ഇങ്ങനെ പഠിക്കാം. ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് വേണമെങ്കിൽ പറയാം FIS മൈനസ് ID FIS. ഇതാ കോഡ്. FIS മൈനസ് ID FIS. ഇതെന്തായിട്ട് സംശയമുണ്ടോ? സത്യമായിട്ടു സംശയമുണ്ടോ? ഇനി ഈ കോഡ് വെക്കാൻ വേണ്ടി വേറെ കോഡ് വേണോ എന്നാലോചിക്കുന്നുണ്ടോ? പേടിക്കണ്ട. FIS ഓർത്താൽ മതി. പിന്നെ ID കാർഡ്, പിന്നെ FIS തന്നെ. FIS അടിപൊളി കൊള്ളാല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു സെക്കൻഡ് എന്താ വരുന്നത്? ഇതിന് ഇന്റഗ്രൽ മക്കളെ വേറെ ഒന്നുമല്ല, രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ വരാണെങ്കിൽ നമുക്ക് അഡീഷൻ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? നമ്മുടെ ഇന്റഗ്രൽസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാമായിരുന്നു. ഇന്റഗ്രൽ 1 + 2 ആണെങ്കിൽ ഇന്റഗ്രൽ 1 + ഇന്റഗ്രൽ 2 ആണ്. ഇങ്ങനെ നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാമായിരുന്നു. എങ്ങനെ? ഇന്റഗ്രൽ 1 + ഇന്റഗ്രൽ 2 എന്ന് പറഞ്ഞു പറ്റുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ എന്താണ്? ഇവിടെ അഡീഷണൽ, ഇവിടെ എന്താ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 1 × 2. രണ്ടുപേരുടെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ട് ഫംഗ്ഷന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വി വാണ്ട് ടു യൂസ് ബൈ പാർട്സ്. വെറുതെ ചുമ്മാ കയറി സ്പ്ലിറ്റ് ഒന്നും ചെയ്യാൻ പറ്റുക കേട്ടോ. ഇപ്പോൾ മനസ്സിലായിക്കോ എന്താ ഫോർമുല? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ബേസിക് ഫോർമുല. അവനാണ് മക്കളെ ഇവിടെ കിടക്കുന്നത്. F for first function, I for integral, S for second function, D for derivative. നമുക്കറിയാവുന്ന വാക്ക് തന്നെയാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ഇതാണ് ഐറ്റം. സോ വളരെ സുഖമായിട്ട് ഈ കാണുന്ന ഫോർമുല എല്ലാ മക്കളും ഇപ്പോൾ തന്നെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ പോകുന്നത് ഇവിടെ ഫസ്റ്റും സെക്കൻഡും എടുക്കാനായിട്ട് തോന്നിയോണം എടുക്കാൻ പറ്റൂല. എനിക്ക് തോന്നി ഇയാൾ ഫസ്റ്റ് ആക്കാം, ഇയാളെ സെക്കൻഡ് ആക്കാം. അതൊന്നും പറ്റൂല. വ്യക്തമായ കോഡ് ഉണ്ട്, വ്യക്തമായ ഓർഡർ ഉണ്ട്. ആ കാണുന്ന ഓർഡറിൽ മാത്രമാണ് നമ്മൾ ഫസ്റ്റും സെക്കൻഡും തീരുമാനിക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ആ കാണുന്ന ഫസ്റ്റ് സെക്കൻഡ് പറയാൻ വേണ്ടി പോകുന്നു. അതിനാണ് മക്കളെ കോഡാണ് ഇലൈറ്റ്. ILATE. ILATE അഥവാ ഇലൈറ്റ്. I stands for inverse trigonometric functions. ഇൻവേഴ്സ്, സൈൻ ഇൻവേഴ്സ് പോലത്തെ, കോസ് ഇൻവേഴ്സ് പോലത്തെ, ടാൻ ഇൻവേഴ്സ് പോലത്തെ ആൾക്കാർ, അതാണ് I. L for ലോഗരിതം മക്കളെ. log x, log 1 + x², അത്തരത്തിലുള്ള ലോഗിന്റെ ആൾക്കാർ നമുക്ക് എന്ത് പറയാൻ പറ്റും? L എന്ന് പറയാം. അതാണ് ലോഗരിതം ഫംഗ്ഷൻസ്. മൂന്നാമത്തെ ആൾ A. ഇറ്റ് ഈസ് അൾജിബ്രിക്. അതായത് x². ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. x², ഈ x+2. ഇത് മാത്രമല്ല, കോൺസ്റ്റൻസ് ആയിട്ടുള്ള 1, അതൊരു അൾജിബ്രിക് ഫംഗ്ഷൻ ആണ്. ഇവൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. 1 എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റന്റ് ആണ്. അതൊരു നമ്മൾ എന്താ ട്രീറ്റ് ചെയ്യുക? അതൊരു അൾജിബ്രിക് ഫംഗ്ഷൻ ആയിട്ടാണ് എക്കാലവും ട്രീറ്റ് ചെയ്യാറ്. മനസ്സിലാക്കി വെക്കാം. 2 ആയാലും അങ്ങനെ തന്നെ. അടുത്ത ആൾ T. T വെച്ച് നിങ്ങൾക്ക് ഒറ്റ പേര് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ട്രീസ് എന്നല്ല, അത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്.
trigonometric functions, sine, cos, tan, cosec, secant. Finally, E stands for exponential function. Exponential, e raised to x, e raised to 2x plus 3. അത്തരത്തിലുള്ള e raised to functions, അതാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്പോണൻഷ്യൽ. ഇതാണ് മക്കൾ നമ്മുടെ I stand for inverse, L for logarithmic, A for algebraic, T for trigonometric, and to know ഈ കാണുന്ന E for exponential. I late 5 പേർ കഴിഞ്ഞു. ചോദ്യം ഇങ്ങനെ വരും, x into e raised to x. ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം, ഇതിനകത്ത് ആരാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ആരാണ് സെക്കൻഡ്. അതിനുവേണ്ടി നിങ്ങൾ ഇവനെ കാറ്റഗറൈസ് ചെയ്യണം. ഇവൻ എ ആണോ, ഇവൻ ഇ ആണോ, ഇവൻ ഐ ആണോ, എന്താണെന്ന്. കൊള്ളാൻ പരിപാടി. ആയിത്താളാരാ, എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഏത് ഫംഗ്ഷൻ നമുക്കറിയാം, അത് അൾജിബ്രിക് ആണ്, അൾജിബ്രിക്. ആൻഡ് അടുത്ത ആൾ ഇ റൈസ് ടു എക്സ്. ഹോപ്പ് യു ഓൾ നോ, ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് എക്സ്പോണൻഷ്യൽ ആണ്. യെസ്, ഇലൈറ്റ് എന്ന് എഴുതി, അല്ലെങ്കിൽ ഐ ലൈറ്റ് എന്ന് പറഞ്ഞ എഴുതി. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് എക്ക് ശേഷം തന്നെയാണ് ഇയുടെ സ്ഥാനം, എക്ക് ശേഷമാണ് ഇയുടെ സ്ഥാനം. അതായത് എ ആണ് നമുക്ക് ആദ്യം വരുന്നത്. സോ എ ഈസ് അവർ ഫസ്റ്റ് ഫംഗ്ഷൻ, വിച്ച് മീൻസ് എക്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ. ആൻഡ് ഇ റേസ് ടു എക്സ് അതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്തു. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഫസ്റ്റും സെക്കൻഡും ഇങ്ങനെ എഴുതാൻ സാധിച്ചു. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരെ തന്നെ ഇനി ഫോർമുല അപ്ലൈ ചെയ്യുന്നു. എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. ആശാൻ ഇന്റഗ്രൽ ഉണ്ട്, അപ്പൊ എന്ത് വേണം നമുക്കറിയാലോ, ഇന്റഗ്രൽ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡി എക്സ് വേണം. ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഒന്നാമത്തെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് ഒന്നാമത്തെ എക്സ് ആണ്, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, രണ്ടാമത്തെ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ. ഗൈസ്, രണ്ടാമത്തെ ഫംഗ്ഷൻ എല്ലാവർക്കും അറിയാം, അത് ഇ റേസ് ടു എക്സ് ആണ്. സോ ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ, ഈ കാണുന്ന ഇന്റഗ്രലിന് ഡി എക്സ് വേണ്ടേ, ഡി എക്സ് എഴുതി. അപ്പോഴാണ് സംശയം, വേറെ ഒന്നുമല്ല, ഇവിടെ ചങ്ങായി ഉണ്ട്, ഇവിടെ ഇന്റഗ്രൽ ഉണ്ട്, ആ കാണുന്ന ഇന്റഗ്രലിന് ഡി എക്സ് വേണ്ട, വേണം, എന്താ അതും എഴുതി. സോ ഗൈസ്, എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ്, അത് ഇ റേസ് ടു എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിൻ ഡെറിവേറ്റീവ് 1, ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ്, അത് ഇ റേസ് ടു എക്സ്. മക്കളെ, ഈ കാണുന്ന ഇന്റഗ്രലിന്റെ ഡി എക്സ് ആണിത് ഇവിടെ ഉള്ളത്. സോ അത് തന്നെയാണിത് ഇവിടെ ഇന്റഗ്രൽ, ഞാൻ എഴുതി ഡി എക്സ്. സോ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് ഡി എക്സ്. എന്താണ് ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ്, അത് ഇ റേസ് ടു എക്സ് ആണെന്ന് അറിയാം. ഫൈനലി പ്ലസ് 3. സോ എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇറ്റ് ഈസ് റൈറ്റ് ആൻസർ ഫോർ ഗിവൻ ക്വസ്റ്റ്യൻ. നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് അൾജിബ്രിക്, ലോഗ് ലോഗരിതമിക്, എയും എല്ലും എഴുതി ഹൈലൈറ്റ്, ഓടിപ്പോയി എഴുതി ഹൈലൈറ്റ്. ഇതിനകത്ത് എല്ലിന് ശേഷം മാത്രമാണ് എ വരുന്നത്, അതായത് ആദ്യമുള്ളത് എൽ ആണ്. എൽ സ്റ്റാൻഡ് ഫോർ ലോഗരിതമിക്. സോ എല്ലാരാ, എൽ ലോഗ് എക്സ്, ഞാനത് അവൻ ആദ്യം എഴുതി ഇന്റഗ്രൽ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. എന്നാലാണല്ലോ അശാൻ ലോഗ് എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ് സെക്കൻഡ് ഫംഗ്ഷൻ. എന്താ പഠിച്ചേ, ഫസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട് ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ log x into integral of second integral of x dx minus integral of derivative of first function derivative of log x into integral of second integral of x dx. ഈ കാണുന്ന ഇന്റഗ്രലിന്റെ dx ഇവിടെ, ഈ കാണുന്ന ഇന്റഗ്രൽ dx ആണ്. തൽക്കാലത്ത് ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് താഴെ എഴുതി കേട്ടോ, ഒന്ന് മനസ്സിലാക്കട്ടോ. ഇത് ഇവന്റെ dx ആണ് ഇവിടെ, ഞാൻ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് മാത്രം താഴെ എഴുതിയാണ്. ഇറ്റ് ഇസ് സെയിം ആസ് log x ഇൻറ്റു ഇന്റഗ്രൽ x. എന്താ എക്സിന്റെ ഇന്റഗ്രൽ, ഇത് എക്സ് റേസ് ടു 1 ആണ്. എക്സ് റേസ് ടു 1 ഇന്റഗ്രൽ എക്സ് റേസ് ടു 1 + 1 ഡിവൈഡഡ് ബൈ 1 + 1 അഥവാ x² 2 ആണ്. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് log x. log x ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് x. ഇറ്റ് ഇസ് സെയിം ആസ് x² 2 dx. മക്കളെ, ഈ കാണുന്ന ഒരു എക്സും ക്യാൻസൽ ആയിപ്പോയി. 2 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്തു, ഞാൻ നേരെ ഇന്റഗ്രലിന്റെ പുറത്ത് എഴുതി, ഒന്നും ആലോചിച്ചില്ല. അപ്പോഴേക്ക് എന്ത് കിട്ടി അശാൻ, log x ഇൻറ്റു x² 2 മൈനസ് 1/2 പുറത്തു വന്നു, ഇന്റഗ്രൽ x dx. എന്താണ് അശാൻ എക്സിന്റെ ഇന്റഗ്രൽ, x² 2 ആണ്. സോ log x ഇൻറ്റു x² 2
minus 1 by 2 times integral x, it is same as again x square by 2 plus c. So നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന 2 into 2 അത് 4 ആണ്. സോ x square by 4 നമുക്ക് എന്താണ് വേണമെങ്കിൽ താഴെ എഴുതാവുന്നതാണ്. നേരെ പോകുന്നു അടുത്തായിരിക്കും x into cos x. x എന്താ, x എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ആൾജിബ്രിക് ഫംഗ്ഷൻ. ഇവനെന്താ, x ആൾജിബ്രിക് ആണ്. cos x ട്രിഗണോമെട്രിക് ആണ്. ആൾജിബ്രിക്കിന് ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ട്രിഗണോമെട്രിക് ILATE, ആൾജിബ്രിക്കിന് ശേഷം ട്രിഗണോമെട്രിക്. അതായത് എക്സ് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് cos x ആണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. സെയിം ഫോർമുല, ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്. ചോദിക്കട്ടെ, നമുക്ക് നേരെ കുറച്ച് ചെയ്യാം, കുഴപ്പമില്ലോ. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താ, ഞാൻ ഇവരും കൂടി എന്ത് ചെയ്യാം മൊത്തം സ്റ്റെപ്പ് എഴുതാം കേട്ടോ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos x integral of second minus integral of derivative of first function derivative of x into integral of second function integral of cos x dx. ഈ കാണുന്ന ഇന്റഗ്രൽ dx എഴുതി, ഈ കാണുന്ന ഇന്റഗ്രലിനോട് dx വേണം, ഞാനത് അതും എഴുതി. സോ എക്സ് ഇൻറ്റു cos x ന്റെ ഇന്റഗ്രൽ ஞாபகம் இருக்கா, ഉണ്ടാ, sin x ന്റെ ഡെറിവേറ്റീവ് കോസും കോസിന്റെ ഇന്റഗ്രൽ സൈനുമാണ്. മക്കളെ ദയവ് ചെയ്തിട്ട് ചിഹ്നം മാറിപ്പോകരുത്. അങ്ങനെ സൈനും കോസും തമ്മിൽ നമുക്ക് എന്താണ് ഡെറിവേറ്റീവിനകത്തും ഇന്റഗ്രലിനകത്തും ചിഹ്നങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമുണ്ട്, നിങ്ങൾക്ക് അത് മാറിപ്പോകരുത്. സോ ഇന്റഗ്രൽ cos x ഇറ്റ് ഇസ് സെയിം ആസ് sin x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എന്തുട്ടാ 1 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് cos x, കോസിന്റെ ഇന്റഗ്രൽ സൈൻ ആണെന്ന് അറിയാം dx. സോ എക്സ് സൈൻ എക്സ് മൈനസ് മക്കളെ ഇന്റഗ്രൽ സൈൻ എക്സ് ഉണ്ട്, ഇന്റഗ്രൽ സൈൻ എക്സ് ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് cos x പ്ലസ് സി. നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ട് മാറി. സോ എക്സ് സൈൻ എക്സ് പ്ലസ് cos x പ്ലസ് സി. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ, e raised to x into sin x dx. നോക്കാം എന്ത് ചെയ്യാം, e raised to x into sin x dx. ഗൈസ് ഇവിടെ എക്സ്പൊണൻഷ്യൽ e sin x ട്രിഗണോമെട്രിക്, നമുക്ക് എല്ലാവർക്കും അറിയാം ട്രിഗണോമെട്രിക്കിന് ശേഷം മാത്രമാണ് എക്സ്പൊണൻഷ്യൽ ചാൻസ് ഉള്ളൂ. എക്സ്പൊണൻഷ്യൽ ലാസ്റ്റ് ആളല്ലേ. ഞാൻ എന്ത് ചെയ്തി, ആദ്യം sin x പിന്നെ e raised to x dx. സോ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് നേരെ ഇത് ഫോമിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. നേരത്തെ എഴുതിയ പോലെ തന്നെ ഇത്ര ഈ സ്റ്റെപ്പ് എഴുതില്ല കേട്ടോ, നേരെ ചെയ്യുന്നു. എന്താ, ഫസ്റ്റ് ഫംഗ്ഷൻ sin x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് e raised to x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് sin x, sin x ന്റെ ഡെറിവേറ്റീവ് cos x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e raised to x dx. കുഴപ്പമില്ല, ഞാൻ വീണ്ടും നോക്കി ഇന്റഗ്രലിലൂടെ ഇവിടെ നോക്കുമ്പോഴേ പെട്ടു പെട്ടെ വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ ആരുടെ cos x ഇൻറ്റു e raised to x. അടിപൊളി, വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ നോക്കാം cos x ഇൻറ്റു e raised to x. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനകത്ത് വീണ്ടും ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വീണ്ടും ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനെ ഐ എന്ന് പറഞ്ഞ് വിളിച്ചു. ഐ ഇതാണ് ക്വസ്റ്റ്യൻ. ഐ എന്ന് പറയുന്നതാണ് ഇന്റഗ്രൽ sin x ഇൻറ്റു e raised to x dx. ഇതാണ് ക്വസ്റ്റ്യൻ ഐ. മൂവിങ് ഓൺ. സോ sin x ഇൻറ്റു e raised to x അങ്ങനെ തന്നെ മൈനസ് ഇവിടെ വീണ്ടും ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആശാൻ മൈനസ് ഇട്ടു, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. ഇവിടെ വീണ്ടും പറയുന്നു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് പറയാൻ വേണ്ടി പോകുന്നു. അതിനുവേണ്ടി ഫസ്റ്റ് ഫംഗ്ഷൻ cos x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് e raised to x മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യത്തെ ആള് cos x ആണ്, ഡെറിവേറ്റീവ് ഓഫ് cos x ഇറ്റ് ഇസ് സെയിം ആസ് മൈനസ് sin x ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് e raised to x ഇറ്റ് ഇസ് e raised to x dx. ഇതാണ് നെഗറ്റീവും നെഗറ്റീവും ചേർന്ന് പോസിറ്റീവ് ആയിട്ട് മാറി. ചുളാൻ വീണ്ടും നോക്കുമ്പോഴേ നോക്കിയേ ഇന്റഗ്രല് sin x e raised to x, വീണ്ടും മൾട്ടിപ്ലിക്കേഷൻ sin x ഇൻറ്റു e raised to x, വീണ്ടും ബൈ പാർട്സ് വീണ്ടും ചെയ്യും. അങ്ങനെ എന്താ ചെയ്ത് നമ്മൾ എന്താ ചെയ്യും, മിസ്
എക്സ്ട്രാ ഷീറ്റ് എന്ന് പറയും. യുനോ വീണ്ടും പിടിക്കും. കാരണം എന്താ, അന്ത്യം ഉണ്ടാവില്ല, പോയിക്കൊണ്ടിരിക്കും. ഈ ഐറ്റഡല്ല പോയിക്കൊണ്ടിരിക്കും, ഒരു അവസാനം ഉണ്ടാവില്ല. അപ്പോഴാണ് sin x into e raised to x കണ്ട. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇയാൾ ആരാ? നമ്മുടെ ക്വസ്റ്റ്യനാ. ഇന്റഗ്രൽ sin x into e raised to x മറ്റാരുമല്ല, നമ്മുടെ ക്വസ്റ്റ്യനാ. അതായത് അവൻ ഐ. ഞാൻ എന്ത് ചെയ്തു, ഈ കിടക്കുന്നവനെ ഐ എന്ന് പറഞ്ഞ് ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോവാം. ഐ ആം ഗോയിങ് ടു റീപ്ലേസ് ഹിം ആസ് ഐ. ഇപ്പൊ എന്ത് കിട്ടി? sin x into e raised to x minus cos x into e raised to x പ്ലസ് ഈ ചെങ്ങായാണ് മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട ഐ. ഫുൾ ഐ. നെഗറ്റീവിനെ നേരെ ഉള്ളിലേക്ക് എടുത്തു. സോ നെഗറ്റീവ് എല്ലാം പോസിറ്റീവായി മാറും, പോസിറ്റീവ് എല്ലാം നെഗറ്റീവ് ആയിട്ട് മാറും. ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. സോ ഹി ബിക്കം നെഗറ്റീവ്. സോ I equal to sin x into e raised to x minus cos x into e raised to x minus I. ഈ കാണുന്ന മൈനസ് ഐ ലെഫ്റ്റിലേക്ക് വന്നാൽ ഹി ബിക്കം പ്ലസ് ഐ. സോ ഐ പ്ലസ് ഐ എന്ത് കിട്ടി? 2i എന്ന് കിട്ടി. sin x into e raised to x minus cos x into e raised to x. രണ്ടിന് നമുക്ക് എന്താണ്, e raised to x കോമൺ ആയി പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ നേരത്തെ തന്നെ e raised to x ന്റെ കോമൺ ആയി പുറത്ത് എഴുതി. ബാക്കി എന്തുണ്ട്? sin x മൈനസ് cos x. ഇതാണ് 2i. അതായത് ഇവിടെ ഐനെ മാത്രം നിർത്തുകയാണെങ്കിൽ ഈ കാണുന്ന 2 നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ റൈറ്റിൽ കൊണ്ടുപോയി. ഇപ്പൊ എന്തായി, ഡിവൈഡർ ബൈ 2 ആയിട്ട് മാറി. സോ I equal to e raised to x by 2 into sin x minus cos x plus c. So e raised to x by 2 into sin x minus cos x plus c. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. ഇതാണ് നമ്മൾ ഐ എന്ന് പറഞ്ഞാൽ ഐ എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ sin x into e raised to x dx. അതാണ് കണ്ടുപിടിക്കാൻ ആവശ്യം, നമ്മൾ കണ്ടുപിടിച്ചു. മനോഹരമായ ചോദ്യം. ഇത് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്ന അടുത്ത ക്വസ്റ്റ്യൻ log x. ഡെറിവേറ്റീവ് ഓഫ് log x അറിയാം, ഇന്റഗ്രൽ log x അറിയോ? അറിയില്ല. ഇവിടെ രണ്ടുപേരിൽ ഒറ്റാൾ മാത്രമുള്ള log x. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവന് തുണ ആരുണ്ട്? എക്കാലും 1 അവന് തുണയായിരിക്കും. ഒറ്റയ്ക്കുള്ളവന് തുണ എക്കാലും 1 ആണ്. നോക്കിയ മക്കളെ, ഇത് വെറും log x അല്ല, ഇറ്റ് ഇസ് സെയിം ആസ് ഇന്റഗ്രൽ log x into 1 dx. രണ്ടുപേരുടെ മൾട്ടിപ്ലിക്കേഷൻ. ഇയാള് log x അറിയാം, ലോഗരിതമിക് ഫംഗ്ഷൻ 1 ആരാന്നോർത്ത്, 1 മറ്റാരുമല്ല, അത് അൾജിബ്രിക് ഫംഗ്ഷൻ. അതായത് ഇവൻ നമ്മുടെ ലോഗരിതമിക് ഫസ്റ്റ് ഫംഗ്ഷനും ഇവൻ നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷനും. സോ ഫോർമുല അറിയാം, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ അതായത് log x into integral of second integral of 1, it is same as x minus integral of derivative of first function derivative of log x 1 by x into integral of second integral of 1 അത് x ആണെന്ന് അറിയാം, x dx. ഇതാ മക്കളെ എക്സും എക്സും ക്യാൻസൽ ആയി പോയി. സോ log x into x minus integral dx. Guys, it is same as log x into x minus integral dx പറഞ്ഞാൽ അത് x ആണെന്ന് അറിയാം, x plus c. ഇതാണ് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ റൈറ്റ് ആൻസർ. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് നോക്കാം. ലോക്കലാണ്. എന്താ ചെയ്യേണ്ടത്? ടാൻ ഇൻവേഴ്സ് എക്സ് ഒറ്റയ്ക്കാണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കുന്നവന് തുണ ആരാ? എക്കാലവും ഒരു 1 തുണയുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 dx. സംഭവം ടാൻ ഇൻവേഴ്സ് എക്സിന്റെ നമ്മൾ ഇന്റഗ്രൽ കാണുമ്പോൾ രണ്ടാക്കി എഴുതി. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 dx. ടാൻ ഇൻവേഴ്സ് അത് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷനും ഇവനോ 1 സെക്കൻഡ് ഫംഗ്ഷനും. എന്തുകൊണ്ടാ? ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ് ആൻഡ് 1 എന്താണ്? അൾജിബ്രിക് ആണ്. സോ ഗൈസ്, ഹോപ്പ് യു ഓൾ നോ ഫസ്റ്റ് ഫംഗ്ഷൻ ഷുഡ് ബി ടാൻ ഇൻവേഴ്സ് ആൻഡ് സെക്കൻഡ് ഷുഡ് ബി 1. സെയിം ഫോർമുല. ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഇന്റഗ്രൽ ഓഫ് 1 അത് എക്സ് ആണെന്ന് അറിയാം, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഒന്നാമത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് അഥവാ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ.
ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സ് ആണ്, സോറി 1 ആണ്. 1ന്റെ ഇന്റഗ്രൽ എന്താ എക്സ് ആണെന്ന് അറിയാം, എക്സ് ഡി എക്സ്. മക്കളെ ഞാൻ ഒന്ന് റീറൈറ്റ് ആട്ടെ, നോക്കിയേ. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഇൻറ്റു എക്സ് ഇറ്റ് ഇസ് എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അച്ഛാൻ ഈ കാണുന്ന എക്സ് സ്ക്വയർ ഉണ്ട്, എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ? 2x. 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ എന്താ ഡെറിവേറ്റീവ്? അതും 2x ആ. ഓ എക്സ് ഉണ്ട്, ഒരു ജസ്റ്റ് 2ന്റെ മിസ്സിങ് അല്ല, 2ന് കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്തു? 2ന് കുറവുള്ളത് കൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വേറെ ആരുമല്ല, അത് 2x dx ആണ്. So we can say that it is of the form integral f dash of x divided by f of x. f dash of x divided by f of x ഫോർമാറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇന്റഗ്രൽ വേറെ ഒന്നുമല്ല, ലോഗ് മോഡ് f of x plus c ആണ്. So tan inverse x into x minus 1 by 2 times log mod താഴെയുള്ള ഫംഗ്ഷൻ 1 plus x square plus c. ഇതാണ് മക്കളെ ഈ കാണുന്ന ക്വസ്റ്റ്യൻ റൈറ്റ് ആൻസർ. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ ഒരു ചോദ്യം ഇട്ട് തരുന്നു, ഇതാണ് നിങ്ങൾക്കുള്ള ചോദ്യം. അയ്യോ പേടിയാവണമെന്നല്ലോ, പേടിക്കണ്ട. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് എല്ലാവരും ഉപയോഗിക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരും ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമ്മൾ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റു ടോപ്പിക്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നമ്മളിങ്ങനെ സ്പ്ലിറ്റപ്പ് ചെയ്തുകൊണ്ട് ഇന്റഗ്രൽസിലെ ഓരോ ഭാഗവും പഠിച്ച് ഏറ്റവും ഗംഭീരമാക്കി മാറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ആവശ്യം എല്ലാം തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. So guys, bye bye, thank you, and signing off of Nasaka from Sign Learning. Thank you all, thank you.